മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ഇന്റർവ്യൂവിലും നിങ്ങൾ റിജക്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലുകൾ കുറച്ചൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ ഒന്ന് കൂടി കെട്ടി എടുക്കുക. തേച്ച് മിനിക്കതിന് ശേഷം ഫ്രീലാൻസ് വെബ്സൈറ്റുകളിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി രജിസ്റ്റർ ചെയ്യുക. നല്ല അടിപൊളി ഫ്രീലാൻസ് വെബ്സൈറ്റുകൾ ഉണ്ട്, ഞാൻ താഴെ ലിങ്കിൽ ഞാൻ കൊടുക്കാം. അതിൽ പോയി നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്കില്ലാണ് നിങ്ങളുടെ പ്രൊഫഷണൽ, നിങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലാൻസ് ആയിട്ട് കുറെ ബൾക്കായിട്ട് ഓൾ ഓവർ ദ വേൾഡിൽ നിന്ന് കുറെ പേര് ജോബുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ജോബുകൾ പിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് സർവീസ് കൊടുക്കാൻ പറ്റും, ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം. അതാണ് ഒരു മെത്തഡോളജി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ രജിസ്റ്റർ ചെയ്യുക. സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്ന കുറെ കമ്പനികളുണ്ട്. അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു പ്രൊഫഷണലിലേക്ക് ഇവരെ ആക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പ്രോസസ് ഉണ്ടല്ലോ, അതിൽ കൂടെ ഒരു പുതിയൊരു സ്കില്ലോറിനായിട്ടുള്ള ഒരു പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പൊ ഇങ്ങനത്തെ കമ്പനികൾ പെട്ടെന്ന് നമുക്ക് ജോലിയുടെ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കമ്പനികൾ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CV-യിൽ ഈ എക്സ്പീരിയൻസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി ആരും പഠിച്ച് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു CV ഉണ്ടാക്കുക. CV ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ സ്റ്റാർട്ടപ്പ് കമ്പനികളും അതുപോലെ തന്നെ ഫ്രീലാൻസ് വെബ്സൈറ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോബ് എന്തായാലും തേടി എന്തായാലും എത്തും.